നമസ്കാരം. റീഗൽ ജുവലേഴ്സ് പ്രസൻസ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. തിളച്ചു നിൽക്കുന്ന 3 ജഡ്ജസ് പുറത്ത് പോട്ട് അകത്തേക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ഷാജോൻ ചേട്ടൻ, അസീസിക്ക, നസീർക്ക. എന്റെ പല്ലെല്ലാം പൊട്ടിയ നസീർക്ക മനസ്സ് വളരെ ഹാപ്പിയാണ്. ശമ്പളം കിട്ടി, സാലറി വീണു. അതൊരു കാരണം. രണ്ടാമത് 9 മണി മുതൽ 10 മണി വരെ നമ്മുടെ പ്രോഗ്രാം ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിന്റെ കുളിർ മഴ പെയ്യും. പിന്നെ വേറൊരു സന്തോഷം, അടുത്ത പ്രാവശ്യം സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് വരികയാണ്. എപ്പോഴേക്കാ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്, എഴുതി വരുന്നേ ഉള്ളൂ. മതി സമയെടുത്ത് പയ്യെ. ഷാജോൻ ചേട്ടാ, അല്ല, നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എല്ലാവരും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് നമ്മൾ ഓരോ ദിവസം ഇവിടെ വന്നിട്ട് നമ്മളവിടെ കോസ്റ്റ്യൂം ഇടും മുതൽ ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ഒരു വെമ്പലാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമുക്കിന്ന് കാണാൻ പറ്റുക, ഇന്ന് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു വെമ്പലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നീ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങി, ഒന്നും നോക്കണ്ട. അതേ എപ്പോഴും തുടങ്ങിക്കോ. ആണോ? പിന്നെ അടുത്ത 3 വെടിക്കെട്ട് ഐറ്റങ്ങൾ റെഡിയായി നിൽപ്പുണ്ട്. ആണോ? വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം വിഷ്ണു, അമൽ ആൻഡ് സഞ്ജിത. വിഷ്ണു, അമൽ, സഞ്ജിത, അടിപൊളി സ്കിറ്റ് ആയിരിക്കട്ടെ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഒന്നും വിചാരിക്കേണ്ട, തകർത്തെടുക്കുക കേട്ടോ. എനിക്ക് ഈ സ്കിറ്റില് സഞ്ജിത ഡാൻസ് കളിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ സ്കിറ്റിൽ മിസ്സിംഗ് ആയിരുന്നു അല്ലേ? ആ ഒരു ഡാൻസ് ഇല്ല, ഈ സ്കിറ്റില് ഡാൻസ് കളിക്കും ഞാൻ വിശ്വസിക്കും. കാണൂലേ? ഡാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഡാൻസ് ഉണ്ടല്ലേ? പൊളി. സെറ്റ്. റെഡി? ഇത് ഐറ്റം വേറെ. എന്റെ ഈശ്വര, അപ്പൊ ഞാൻ ഇത്ര നാളും ഭാര്യയാന്ന് പറഞ്ഞ് കൂടെ ജീവിച്ച മാടത്തേടെ കൂടെ ആയിരുന്നു. ഞാൻ ഇറങ്ങി വരത്തില്ല. ഞാൻ ഇതിന്റെ മണ്ടേന്ന് ചാടി എന്റെ കൈ വേറെ കാല് വേറെ ഉടല് വേറെ കടന്നാ നീ എന്തോ ചെയ്യൂടി? എന്തോ ചെയ്യാനാ, പിറക്കിയെടുക്കും. മനുഷ്യ, നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ കമ്പനി വല്ല ഞാൻ കുത്തിയിടും. നിങ്ങളാ കമ്പനി കുത്തിയിടാ? ഞാൻ അടി വല്ല ചുണയും കപ്പളങ്ങ വല്ലോ ആണ്ടടാ, ഒരു മഞ്ഞലൊരു ഉരുണ്ടു പോന്നു. ഓർമ്മയുണ്ടാ? ആ ചെറുക്കനെ പറ്റി നീ മിണ്ടരുത്. ആ ചെറുക്കൻ കാരനാണ് ഇന്ന് ഞാൻ ഈ കൊമ്പത്തിരിക്കേണ്ട അവസ്ഥ വന്നത്. എന്ത് വർത്തമാനോ നിങ്ങൾ പറയുന്നത്? എടി, ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എന്റെ അടുത്ത് വന്ന ആ ചെറുക്കൻ പറയുവാ, തന്തേ നിങ്ങൾക്ക് നാണയില്ലേ വല്ല പണിക്കും പൊക്കൂടെ? സത്യമല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് എനിക്ക് അവനോട് തിരിച്ചു ചോദിക്കാലോ. എന്താന്ന്? നിനക്ക് നാണയില്ലേ? നിനക്ക് സ്കൂളിൽ പൊക്കൂടെ? നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇല്ല. ഞാൻ കാണിച്ചു തരാം. ഞാനിനി ആരെ കുത്തി വിളിക്കുവോ എന്തോ. ഹായ് മെമ്പർ. ആ ഫയർഫോഴ്സ് ഇപ്പോഴെങ്കിലും എത്തുവാ. വിട്ടിട്ടുണ്ടാ? ആ ശരി, ഞാൻ വെട്ടുന്ന അവിടെ. അല്ലല്ലോ, ഒരു കാര്യം കൂടി. ആ വിധവാ പെൻഷന്റെ ഫോം എവിടെ കിട്ടുമായിരുന്നു? ഞാൻ വന്നപ്പോഴാവേ. അയ്യോ, എന്റെ പൊന്നു, ആരാ? ഞാൻ ശ്രീകൃഷ്ണൻ. വിഷു ആയതുകൊണ്ട് കണി കാണിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, നമസ്കാരം. എന്റെ പെണ്ണ് വേണുമ്പോൾ ഈ സാമാനൊക്കെ കണ്ടു മനസ്സിലല്ലേ ഞാൻ ആരാന്ന്? അതെ, അപ്പുറത്താണ് മീറ്റർ ഇരിക്കുന്നത്, അങ്ങോട്ട് ചെന്ന്. കറണ്ട് ഒക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കണേ. ആണ്ടത് വേറെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഞാൻ വല്ലതും വിളിച്ചു പറയുന്നു. നിനക്ക് വല്ല വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലേ? എങ്ങനെ മനസ്സിലായി? നിന്റെ ഈ ചീങ്ങ ചോദ്യം കേട്ടപ്പോ മനസ്സിലായി. എടി, ഞാനാന്ന് ഫയർഫോഴ്സ്. എന്തിനാ എന്നെ വിളിപ്പിച്ചേ? സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. തൂവില് മാത്രം ഞാൻ ഇത്രയും ഐറ്റത്തെ കണ്ടിട്ടുള്ളൂ. പെണ്ണുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, മൃഗസംരക്ഷണ വകുപ്പാ. അയ്യോ സാറേ, ഇത് ഭർത്താവാ. അപ്പൊ ഒറാങ്കുട്ടനല്ലേ? ഹലോ മിസ്റ്റർ മഞ്ഞലടു. ഇവിടെ മഞ്ഞലിടു നിന്റെ കൊച്ചാപ്പ ഫയർഫോഴ്സിൽ നിന്ന് വരുവാ. അയ്യോ സോറി സാറേ, ക്ഷമിക്കണം. പുതിയ ലക്കം ഒന്നും ഇറങ്ങിയില്ലേ? ആണ്ടേ, അത് വേറെ ടീം. ഞാൻ ഫയർഫോഴ്സ് എന്തിനാടി അവൻ എന്റെ വേണ്ടി കയറിയിരിക്കണത്? സാറേ, അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുവാ. സാർ എന്നാ പറഞ്ഞാലും ശരി, ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തില്ല. ചത്തിട്ട് ഇറങ്ങത്തുള്ളൂ. അത് നീ എന്തേലും കാണിക്കാം. ആ മാങ്ങ പൊട്ടിച്ചിട്ട് ആ മാങ്ങ പൊട്ടിച്ചിട്ടാ പഴുത്തിട്ടില്ല. അതിന്റെ അപ്പുറത്ത് അത് നീ എന്തേലും കാണിക്കും. എന്റെ പൊന്ന് സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇവിടുന്ന് താഴേക്ക് ചാടി എന്റെ കൈ വേറെ കാല് വേറെ ഉടല് വേറെ കിടന്ന നിങ്ങൾ എന്തോ ചെയ്യും? എന്തോ ചെയ്യാൻ പെറുക്കി എടുക്കും.
ഇത് എന്നതാണ് ഇത് എല്ലാരും ഒരേ മീറ്ററിൽ തന്നെ പറയുന്നത് ഏ? സാറേ സാറേ എങ്ങനെയെങ്കിലും അങ്ങനെ ഒന്ന് രക്ഷിക്കൂ സാറേ. എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ അയ്യോ സാറേ അങ്ങനെ പറയല്ലേ സാറേ. ഞാൻ പിണങ്ങി. എന്തിന് എടി ഞാൻ ഇവിടെ കയറി വന്നപ്പോ നീയും നിന്റെ ഭർത്താവ് എന്നെ കളിയാക്കിയോ? അതുകൊണ്ട് ഞാൻ പിണങ്ങി. സാറ് ഇങ്ങനെ പിണങ്ങല്ലേ സാറേ. ഞാൻ പിണങ്ങി. പിണങ്ങല്ലേടാ. പിണങ്ങി. ഞാൻ പിണങ്ങെന്ന് പറയാൻ അയ്യോ മാധവന്റെ രുക്മിണി വിളിക്കുന്ന കേട്ടോ പനങ്ങല്ലേടാ നിനക്ക് നാളെ നിനക്ക് ഞാൻ മറടി വന്നു. ഇവൻ എന്തിനാ എന്റെ മേളിൽ കയറിയിരിക്കണേ? ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. അതിനെ പുള്ളി മേളത്തെ കൊമ്പ് ഇരിപ്പുണ്ടോ? ഞാൻ പോണില്ല, ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നോളാം തീരത്ത്. അത് അവിടെ തന്നെ ഇരിക്കും. സാറേ സാറിന് ഒരു കാര്യം അറിയോ? ഇല്ല. ഇവളെന്നെ എന്തുമാത്രം ദ്രോഹിക്കും അറിയോ നിങ്ങൾക്ക്? നിന്നെ എന്നാ ദ്രോഹിച്ചേ? ഇന്നലെ രാത്രി ഇവളെന്റെ ക്രിക്കറ്റ് ഞോണ്ടി സാറേ. എന്തിനാടി നീ നിന്റെ ഭർത്താവിന്റെ ക്രിക്കറ്റ് ഞോണ്ടിയേ? പിന്നെ കൊച്ചിന്റെ സെറിലൊക്കെ കട്ടുപിടിക്കുന്നവനെ പിന്നെ എന്തോ ചെയ്യാനാ? ആണ്ടടാ അത് മാത്രം നിനക്ക് പ്രശ്നമുള്ളൂ. അത് മാത്രല്ല പിന്നെ? സാറേ എനിക്ക് ഞാൻ മറ്റേ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വലിയ സഞ്ചാരകനാണോന്ന് എന്റെ ആഗ്രഹം. നല്ല ആഗ്രഹം. മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ. അടിപൊളി. ഇവളതിന് സമ്മതിക്കുന്നില്ല. സാറേ ഈ സന്തോഷ് ജോർജ് കുളങ്ങരെ കണ്ടവന്റെ ഭാര്യമാരെയും കൊണ്ടല്ല ലോകം ചുറ്റി കറങ്ങാൻ പോകുന്നത്. അവൻ ആരെയും കൊണ്ടാ ലോകം ചുറ്റണത്? എന്റെ അയൽക്കൂട്ടത്തിലെ സിന്ധുവായിട്ട്. അപ്പൊ സിന്ധുവാണ് ഇവിടുത്തെ പ്രശ്നം. സിന്ധുവിനെ വിളിച്ചാ ഇവിടുത്തെ പ്രശ്നം എന്താ? സിന്ധുനെ വിളിക്കരുത്, വിഷയാവും. ഹലോ ഹലോ സിന്ധു, ഞാൻ ഫയർഫോഴ്സിൽ നിന്ന് വിളിക്കുവാണേ. ഞാൻ എന്നടി പറഞ്ഞേ? ഞാൻ എന്നാ കേട്ടില്ല. അപ്പൊ നീ കേട്ടില്ലെങ്കിൽ നീ കേട്ടില്ലെന്നല്ലേ പറയേണ്ടത്, അല്ലാണ്ട് മുച്ചാൻ പൊക്കമുള്ള എന്നെ ഫഹദ് ഫാസിൽ നിന്നാണോ വിളിക്കുന്നത്? രാവിലെ മുതൽ ഞാൻ ഇവിടെ നിന്ന് പുഴുങ്ങിക്കൊണ്ടിരിക്കുക. നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ഇവന്റെ പേരെന്നാ? ബാബു അന്തോണി. നീ ഒരു ബാബു അന്തോണിനെ അറിയോടി? അയ്യോ സാറേ അവനെന്റെ ബെസ്റ്റിയാ. എടി സിന്ധു മോളെ, നിന്റെ ചേട്ടാ ഇതാണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മരത്തിന്റെ മേളിൽ കയറിയിരിക്കുന്നത്. അയ്യോ ഇവിടുന്ന് ഞാൻ ചാടി എന്റെ കൈ വേറെ കാല് വേറെ ഉടല് വേറെ കിടന്ന എന്റെ പൊണ്ണെന്നാ ചെയ്യൂടി? എന്തോ ചെയ്യാനാ, പറക്കിയെടുക്കും. സിന്ധു, ആ. നീ ഇവനും തമ്മിൽ എന്നാ പ്രശ്നം? സാറേ ഞാനും അവനുമായിട്ട് ഇപ്പൊ യാതൊരുവിധ ബന്ധവും ഇല്ല. അതിനെ ബന്ധമില്ലാത്തതിന്റെ കാരണം എന്നാ? സാറേ ഞാനും അവനോട് കഴിഞ്ഞ ദിവസം ഊട്ടിക്ക് പോയായിരുന്നേ. ഊട്ടിയല്ലേ സാറേ, ചെലവ് ചുരുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു റൂമിൽ അങ്ങ് കിടന്ന്. സ്വാഭാവികം. തണുപ്പ് കാരണം ഞാൻ അങ്ങേരെ കെട്ടിപ്പിടിച്ചു സാറേ. എന്നിട്ടോ? സാറേ അങ്ങേരെ എന്നെ ഉമ്മ വെച്ചു സാറേ. മോളെ സിന്ധു, ആ ഇതൊരുമാതിരി മെഴുകുതിരി കത്തിച്ചിട്ട് ഉരുകല്ലെന്ന് പറയണ പോലെ കേട്ടോ. നിന്റെ ബെസ്റ്റി പറഞ്ഞ നീ കേട്ടല്ലോ, നിന്നെ ആർക്കും വേണ്ടടാ. സിന്ധു എന്നെ ഇട്ടിട്ട് പോയി. അല്ലേലും എനിക്ക് ഇങ്ങനെ കൊച്ചിലെ തൊട്ട് ആരും ഇല്ലാതെ 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 ഇല്ല. ഈ രമ്യോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കുളിമുറിക്ക് ഷീറ്റ് ഇടണമെന്ന്. കൊളുത്തു പോലില്ല. സ്വന്തം ഭാര്യ നിൽക്കുമ്പോഴാണ് ഇത്രയും വർത്താനം പറയണത്. എന്നാ പിഴ ഫോൺ. ഇതെന്തിനാ? ഒരു വീഡിയോ എടുത്ത് തരഞ്ഞെടുത്ത് താടാ. നിന്നോടാ പറഞ്ഞ നീ ഇറങ്ങി വരുന്നുണ്ടോ? എന്റെ പൊന്ന് സാറേ ഞാൻ ഇറങ്ങി വരത്തില്ല. ഇവക്ക് മുടിഞ്ഞ സംശയമാണ് ഇവക്ക്. സാറേ ഞാനൊരു 4-4:30 മണിയാകുമ്പോ ആ രമണിയുടെ വീട്ടിൽ ഒരു ചായ കുടിക്കാൻ പോയതിന് ഇവളെന്നെ പിടിച്ചിടിച്ചു സാറേ. തോന്നിയ വാസമാണ്. ആണുങ്ങൾ അമ്മ വൈകുന്നേരം പോയി ഒരു ചായ കുടിക്കും. അതിന് നീ എന്തിനാ അവനെ തല്ലണത്? എന്റെ പൊന്ന് സാറേ അങ്ങേറെ ജോലി എന്തോന്ന് അറിയാവോ? അറിയില്ല. ചായക്കട. അപ്പൊ നീ കോഴിയല്ല, നീ യമു അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷി. അത്രയിലേതോ വലിയ ജീവിയാണ്. അവനെ താഴെയിറക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്തുവാ? അവനെ വശീകരിക്കണം. ആ സാർ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ ഞാൻ നിൽക്കും. ഇല്ല ഞാൻ എങ്ങനെയുണ്ട് ചേട്ടാ, കൊള്ളാവോ? കൊള്ളാം, പക്ഷെ ആ കുഞ്ഞു കറടിയുടെ ബാറ്ററി ഊരിയിടും. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ നീ കളിയാക്കണത്? പിന്നെ? എടാ വിദ്യാഭ്യാസമുള്ള ആരും ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോവുകയല്ല. എന്റെ പൊന്ന് സാറേ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത് ഭയങ്കര വലിയ വിദ്യാഭ്യാസമാണല്ലോ. അത് കഴിഞ്ഞ് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്തിനാടാ? കൂട്ടുകാരൻ ചുമച്ചേന്. എടാ കൂട്ടുകാരൻ ചുമച്ചാൽ നിന്നെ എന്തിനാണ് പുറത്താക്കണേ? പിന്നെ ഞാൻ ബീഡി വലിച്ച് അവൻ ചുമക്കിയല്. ആണ്ടടാ. അയ്യോ എന്റെ ഫോൺ മാറി നിൽക്കും പെണ്ണുമ്പോളെ. എന്നാ ഒരു പാട്ടൂടെ പാടിത്തരാൻ പറയാവോ? ഏത് പാട്ടാടാ? നിലക്കായത് അതല്ലെന്ന്. വലിയ പോലീസാ. ഹലോ സാർ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ അവിടെ കയറുന്നു പിന്നെ ഇരിക്കുമെന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ എന്നാ കാണിക്കുന്നു? ഞാനൊരു മനുഷ്യനാ. അതില്ല, എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് പറ്റുമൊന്നുമില്ല. റെസ്പെക്ട് ചെയ്യണമെന്നോ?
എന്നെന്തിനാ പോലീസ് പിടിക്കണം? ആ ഈ കിണർ നിൽക്കുന്നേ വയറ്റിലെ ഹബിലല്ല, നമ്മുടെ പറമ്പില്ല. ഇങ്ങോട്ട് വാ മനുഷ്യ. എനിക്ക് അറിയാൻ പാടില്ല ഇത്. സാറേ എടാ മരത്തിലിറങ്ങി ഓടാ. അത് നീ കിണറ്റീന്ന് കയറി വാടാ. എന്നാ എടാ എന്റെ അപ്പുറത്തിരുന്ന പെണ്ണില്ലേടാ, ആ അവള് തവളയായി മാറിയടാ. അവന്റെ തിരവാള മുഴുവൻ പോയി. ഹായ് എക്കോ ഹരികമസായാനം സകൃതം സമയം ശിവമയം. അടിപൊളി. ഓ, അമ്മേ. അയ്യോ, നിങ്ങളതിനെ കൊന്നോടോ? ദോ, രാവിലെ ആ മനുഷ്യൻ വന്നപ്പോഴേ എന്ത് ക്യൂട്ടായിരുന്നു അറിയാം. ആ തൊപ്പിയൊക്കെ വെച്ച്, ആ തൊപ്പി എനിക്ക് വയ്യ, കണ്ടിട്ട് കൊതി തീരുന്നില്ല എനിക്ക്. 2-2.5 മണിക്കൂർ ഞാൻ ആ പ്ലാവിന്റെ മണ്ടയ്ക്ക് ഇരുന്ന് കുരുത്തക്കേട് കാണിച്ചപ്പോ നിനക്ക് പറയാനില്ല. എവിടുന്നോ വന്നൊരു വെട്ടില് ആ കിണറ്റിൽ ചാടിയപ്പോ നിനക്ക് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവളും ആ വെട്ടിലും തമ്മില് അവിഹിതം. മനുഷ്യ, ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ അത് എറിയരുത്. എന്റെ വായിരിക്കുന്ന മുഴുവൻ നീന്ന് കേൾക്കും. ആ നിങ്ങളുടെ ഇരിക്കുന്ന വായിരിക്കുന്ന സാധനം കേൾക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയല്ല. എന്നാ എന്റെ കയ്യിരിക്കുന്ന പപ്സ് ഉമ്മ. എന്നോടോ? എനിക്കറിയാം. ഇനി എന്തോ ചെയ്യാനാ? ഇത് എന്ത് ചെയ്യും? അനക്കമുണ്ടോന്ന് പോയി നോക്ക്. ഇനി എന്തോ ചെയ്യും? ഓ, എന്തെങ്കിലും ചെയ്യിച്ചാ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചെയ്യ്. ചെയ്യാനാ? അല്ല, നീ എന്തിനാ അവനെ രക്ഷിക്കാൻ വേണ്ടി ഇതെല്ലാം കാണിക്കുന്നത്? അപ്പോൾ നീയും അവനും തമ്മിൽ വീണ്ടും അവിഹിതം. അയ്യോ, മാറിക്കോ. ഓഹോ, ഒരുത്തൻ കിണറ്റില്, ബാക്കി 3 ഇവിടെ. അതിലൊരെണ്ണം കണ്ണാടി വെച്ചിട്ട്. ഇവിടെ വാ. ഇല്ല. മോന്റെ പേരെന്നാ? ജീവ. നിന്റെ ജീവൻ ഞാൻ എടുക്കും. ഭഗവാനെ, ഒരു പഞ്ചായത്ത് മുഴുവൻ വന്നിരിക്കുന്നു. എന്ത് കാണാൻ നിൽക്കണേ? എന്നാ പുല്ല. സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ഹലോ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാൻ ബഹുമാനിക്കണമെന്ന് സാറിന്മാർ തോന്നിയ സംഭരിച്ചത്. അതിനാ പ്രധാന. നല്ല രസമുള്ള സ്കിറ്റായിരുന്നു. നല്ലൊരു ഗൈഡ് കൊടുക്കുക കേട്ടോ. നന്നായി ഷാജോൻ ചേട്ടാ. വിഷ്ണു, അമലെ, സഞ്ജിത, ഉഗ്ര സ്കിറ്റായിരുന്നു. കാലക്ക് കാര്യം. നിങ്ങൾ തുടക്കം മുതൽ ഈ പറയുന്നത് പോലെ കുറേ ചിരിക്കാനുണ്ടായിരുന്നു. 3 പേരും ഉഗ്രനായിരുന്നു. നിങ്ങൾ വന്ന ഒരു ഫസ്റ്റ് സ്കെഡ്യൂൾ വന്ന് ചെയ്ത ആ സ്കിറ്റിനെ കഴിഞ്ഞൊക്കെ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അമല, എനിക്ക് തോന്നുന്നു ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാനത് പറഞ്ഞു തന്നെ ശ്രദ്ധിക്കുമോ നീ? അതായത് നീ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ താഴുന്നൊരു, ഇങ്ങനെ നിൽക്കുന്നിടത്ത് തന്നെ കോമഡി പറയുന്നതിനൊപ്പം ഇങ്ങനെ താഴുന്നുണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ബോഡി. അതൊന്നും മോനെ നീ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അത് നന്നായിരിക്കും. വിഷ്ണു ഒരു ഉഗ്രൻ ആക്ടറായിട്ട് വരുന്നുണ്ട് കേട്ടോ. വിഷ്ണു ഉഗ്ര കാര്യം. ടൈമിങ്, ആ ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട് വിഷ്ണുവിൻ്റെ ആ ഡയലോഗ് ഡെലിവറി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വിഷ്ണു. സഞ്ജിത, അസലായിരുന്നു. അസീസ് ഒരു പൂ ചോദിച്ചൊരു പൂന്തോട്ടം അങ്ങോട്ട് വെറൈറ്റി സ്റ്റെപ്സ് ഒക്കെ അങ്ങോട്ട് ഇട്ടം കൊടുക്കുകയായിരുന്നു. അടിപൊളി. 3 പേരും പൊളിച്ചടിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. ആ കിണറ്റിന്ന് പൊങ്ങി വരുമ്പം ആ കുടം കറക്റ്റ് ടൈമിങ് അപാരമായിരുന്നു. എത്ര പ്രാവശ്യം റിഹേഴ്സൽ അങ്ങനെ കിട്ടില്ലടാ, എന്നാ ഉണ്ടാവില്ലല്ലോ. അത് ആ സമയത്ത് വീണു. അത്രേ ഉള്ളൂ. പിന്നെ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു. ആ മാവിന്റെ മേളിൽ ഇരിക്കുന്നത്, ഇപ്പോഴും ഒരു കിണർ, ബാക്കിലെ ആ വീടും എല്ലാം കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്. നല്ല ആ ഒരു സാധനമില്ലേ, ആ ഒരു റീമ്യൂസിക് വീണപ്പം ആ കിണറ്റിൽ ഫസ്റ്റ് ടൈം ഇവൻ വീണ് കഴിയുമ്പം ആ സാധനം ഭയങ്കര. അല്ല, ആ മ്യൂസിക്കിനൊത്ത് ഞാൻ ചെയ്തേ ഉള്ളൂ. പ്ലാൻ ചെയ്തിട്ടില്ല. പ്രാക്ടീസ്. ആ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യുമോ? നമ്മളില്ല. സഞ്ജിത, ഓക്കെ. അപ്പോൾ ഞാൻ നേരെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഡാൻസ് വളരെ മനോഹരമായിരുന്നു. വിഷ്ണു ഗംഭീര ആർട്ടിസ്റ്റായി മാറിയാണ്. കാരണം ഭയങ്കര ടൈമിങ്ങും നാച്ചുറൽ, അതായത് ഒരിക്കലും ഒരു മിമിക്രി സ്കിറ്റ് കളിക്കുന്ന ആ ലാഘവത്തോടു കൂടിയല്ല, നല്ല നാച്ചുറലായിട്ടാണ് വിഷ്ണു കളിക്കുന്നത്. അമലെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിന്റെ ഗുരുക്കളൊക്കെ പറയുന്നത്. അതുപോലെ ചെയ്താൽ ഓക്കെ. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ആദ്യം അസീസിക്ക എത്രയാണ് മാർക്സ്? ഞാൻ ഗൂഗിൾ പേ. ഞാൻ തരാം 12 മാർക്ക് വരുന്നു. ഓ 12 ആയിരുന്നു. നല്ല mark. ഞാനൊരു 14 മാർക്ക് കൊടുത്തിരിക്കും. ഓ 26. അപ്പൊ തന്നെ ടോട്ടൽ എമൗണ്ട് ഇപ്പം വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കാം 26-ൽ നിന്ന് ബാക്കി. ആഹാ. ആണ്ടടാ. ഹായ്, nice, nice. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഇതിലും കിട്ടുന്ന ഐറ്റം കേട്ടോ കേട്ടോ. ആണ്ടടാ. ഓക്കെ ബൈ ബൈ. ഒരു ചെറിയ ടീം വന്നിപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ചിരിപ്പിച്ച് ഞെട്ടിച്ച ടീമാണ്. ആണോ? വിളിക്കട്ടെ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം സൂര്യകിരൺ, നിത കാർത്തിക ആൻഡ് ദേവി ലക്ഷ്മി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടാ പോയെ. അന്വേഷിച്ചായിരുന്നോ? വീരപാണ്ടി കട്ടബൊമ്മനായിരുന്നു. അന്വേഷിച്ചോ? ആരാ പറഞ്ഞോളൂ? വീരപാണ്ടി കട്ടബൊമ്മൻ ഒരു രാജാവായിരുന്നു. മധുരദേശത്തെ രാജാവായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് നിയമങ്ങളെ എതിർത്ത് നിന്നു. ഈ മധുരദേശം എന്ന് പറയുന്നത് എവിടെയാണ്? തമിഴ്നാട്ടില്. തമിഴ്നാട് എവിടെയാണ്? തമിഴ്നാട് അറിഞ്ഞൂടെ? എവിടെയാണ്? കേരളത്തിൽ. ചെന്നൈയിലാണോ മദ്രാസിലാണോ? തമിഴ്നാട് കേരളത്തിലാ? കേരളത്തിന്റെ അടുത്ത സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിന്റെ അടുത്ത്? സ്റ്റേറ്റാണ്. ചെന്നൈ ആണോ മദ്രാസ് ആണോ? ചെന്നൈയാണോ മദ്രാസ് ആണോ? ചെന്നൈ മദ്രാസ് ഒന്നല്ലേ? ചെന്നൈ മദ്രാസ് ഒന്നല്ല. ഈ കൊച്ചു പറയുന്നത്. ഇതാ കൊച്ചേ ലക്ഷ്മി. ചെന്നൈ സിനിമാക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലം. മദ്രാസ് തമിഴര് മാത്രം. തമിഴര് മാത്രം. അങ്ങനൊന്നുമില്ല, എല്ലായിടത്തും ഛേ. അടുത്ത പ്രാവശ്യം വരുമ്പം തമിഴ്നാട് എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വരുമോ? മധുരദേശം കാര്യങ്ങളൊക്കെ ഹോംവർക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം വീരപാണ്ടി കട്ടപ്പൊമ്മൻ, തമിഴ്നാട്. തമിഴ്നാട് പഠിച്ചിട്ട് വരുമ്പോ അടുത്ത പ്രാവശ്യം എന്താന്ന് പറഞ്ഞുതരാം. കൊച്ചിനെ സ്കിറ്റ് പഠിപ്പിക്കാൻ സമ്മതിക്കുന്നു. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിതയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഹാപ്പി ബർത്ത്ഡേ. നല്ല സുന്ദരിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. ബർത്ത്ഡേ ഉണ്ടായിരിക്കും അല്ലേ? നിങ്ങക്ക് മുട്ടായിട്ടായിരുന്നു രാവിലെ? ഇല്ല, കിട്ടിയില്ല. നമുക്കൊന്നും കിട്ടിയില്ല. സോറി, എടുത്തില്ല. കൊടുത്തിട്ടില്ല. മോശമായിപ്പോ ഒന്നുമില്ലല്ലോ. എന്തോ. തരും. അല്ല, മാർക്ക് കുറയ്ക്കും ഞാൻ. അപ്പൊ നമുക്ക് മാർക്കില്ലല്ലേ? 2 മാർക്ക്. തരും. ഞാനെങ്കിലും തരുമെന്ന്. കാര്യം ഇത് എന്റെ കൂടെ മാർക്കാണല്ലോ ഇപ്പോ. അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങളെ മാർക്ക് എന്തിനു കുറയ്ക്കണത്? എടാ സൂര്യ, നിനക്കൊന്നും ഇല്ലടാ ബർത്ത്ഡേ. ഒന്നുമില്ല ഈ അടുത്തെങ്കിലും. സൂര്യ മുടിയുടെ സ്റ്റൈലൊക്കെ മാറ്റി അല്ലേ? അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ട്. ചീകി ഒതുക്കിയിരിക്കുന്ന. അപ്പൊ പിന്നെ വെയിറ്റ് ചെയ്യണ്ടല്ലേ? ഒന്ന് തുടങ്ങാന്നാ. പൊളിക്കാം. ബർത്ത്ഡേ ഡെഡിക്കേഷൻ സ്കിറ്റ് പോലെ ഒരു ചെയ്യുമ്പോ ഒരു കലക്കും അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇത് ഒരു ഉഷാറില്ല. ഇത് എനിക്കാണ് ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടതുമായിരുന്നു. ആ കുടുംബത്തിൽ നമുക്ക് പെണ്ണൊന്നും വേണ്ട. ഇത്രയും മര്യാദ ഇല്ലാത്ത ഒരു പെണ്ണുവെട്ടാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചായ കുടിച്ച് തൊണ്ടേന്ന് ഇറങ്ങിയില്ല. അത് ഭേദാ പറയണം നമുക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. അമ്മ ഇതും കൂടി ചേർത്ത് 50ാമത്തെ പെണ്ണാണെന്ന് റിജക്ട് ചെയ്യുന്നത്. ഞാൻ മടുത്ത്. ഞാൻ ഇല്ല ഇനി പെണ്ണുകളുടെ പരിപാടിക്ക്. കഴിഞ്ഞ 49 പെണ്ണ് കാണൽ കഴിഞ്ഞപ്പോൾ എന്റെ പൊന്നുമോൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്. നീ ഇങ്ങനെ വിഷമിക്കാതടാ. നമ്മുടെ കുറവുകൾ നമ്മളും അറിഞ്ഞിരിക്കണ്ടേ. കുറവാ? എനിക്ക് എന്ത് കുറവാ മോള്? എനിക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലിയുണ്ട്. ഞാൻ കുടിക്കില്ല, പുകവലിക്കില്ല, ഒരു ദുശീലില്ല. ഇതൊക്കെ ഒരു കുറവാ? ഇതിന് വലിയ കുറവിന് എന്ത് വേണം? എടാ, എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പെണ്ണ് നിനക്ക് കിട്ടിയേനെ. ഇത് അതും ഇല്ല. എന്തിനാ എന്നെ ഇങ്ങനെ നല്ലവനായിട്ട് വളർത്തി? എന്റെ ഒരു വൃത്തികെട്ടവനായിട്ട് വളർത്താൻ പാടില്ലായിരുന്നു. എന്തിനാ? ഞാൻ അറിഞ്ഞാ നീ ഇത്രയും നല്ലവനായി പോകുന്നു. ആരെങ്കിലും ഒന്ന് പ്രേമിച്ച് കെട്ടാൻ പറഞ്ഞാ അതിനും കഴിവില്ല. കഴുത. നിനക്കൊരു കാര്യം അറിയാം? ഈ ഇൻസ്റ്റാഗ്രാമിൽ 100K ഫോളോവേഴ്സിൽ കുറേത്തവർക്കും സ്വന്തം യൂട്യൂബ് ചാനൽ ഉള്ളവർക്കാണ് ഇപ്പൊ കല്യാണ മാർക്കറ്റിൽ ഡിമാൻഡ്. നീ ഗവൺമെന്റ് ജോലിക്ക് പോയ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടായിരുന്നാടാ? അതിനി പറഞ്ഞു തന്നിട്ട് എന്ത് കാര്യം? ഞാൻ ജോലിക്ക് വന്നു. എനിക്ക് ഹാഫ് ഡേ എങ്കിലും കിട്ടും. എടാ വിളിച്ചു പറഞ്ഞ നിന്റെ സാറിന് നമ്മൾ ഈ ജോലി റിസൈൻ ചെയ്തിരിക്കണം. ജോലി റിസൈൻ ചെയ്യാനാ? അയ്യോ അമ്മ, ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയ ജോലിയാണ്. അങ്ങനെ പെണ്ണു വേണോ ജോലി വേണോ? പെണ്ണ് മതി. പിന്നെ വിളിച്ചു പറ. ഒരു മിനിറ്റ്. എടാ പെട്ടെന്ന്. ഹലോ സാറേ. ഞാൻ ജോലി രാജിവെക്കുക. ഞാൻ അവന്റെ ഒരു ജോലി നമുക്ക് വേണ്ട. വേണ്ട. ഇനി എന്നെ വിളിക്കണ്ട. ഞാൻ വിളിക്കില്ല. ശരി. 2 തെറിയും കൂടെ പറയാനുള്ളായിരുന്നു. സമാധാനമായി. ഇനിയിപ്പോ നിനക്ക് പെണ്ണ് കിട്ടും. ആണല്ലേ? അമ്മ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കണേ. അവിടെ അസീസും ഷാജോൺ നസീറൊക്കെ നോക്കുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് പെണ്ണ് കിട്ടാൻ താല്പര്യമില്ലെന്നാണ്. നാറ്റിക്കരുത്. അവരൊക്കെ നിന്നോട് പഠിച്ചവരല്ലേടാ. മക്കളെ, നിങ്ങൾക്കൊക്കെ കല്യാണം കഴിഞ്ഞാ? 2 മക്കളും ഉണ്ട്. എന്റെ ദൈവമേ, സിനിമയിൽ അഭിനയിക്കണ ഇവർക്കും പെണ്ണെട്ടി. ഇവനെയും കൂടെ സിനിമയിലിട്ട് അങ്ങനെയെങ്കിലും ഇവനൊന്ന് പെണ്ണെട്ടി കാണുന്ന ആഗ്രഹമുള്ള. നിനക്ക് പെണ്ണില്ലടാ, നിനക്ക് പെണ്ണില്ല. മാറിയുന്നേ. മാറ്റി.
ഇഷ്ടപ്പെട്ട ഒത്തിരി തോന്നി. അമ്മ നല്ല പെണ്ണമ്മ, ഒന്ന് ചോദിക്കമ്മ എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, ഒന്ന് ചോദിക്കില്ലേ? ചെന്ന് വേറെ കൂടെ അവളിപ്പോ സമ്മതിച്ചേര്. എടാ, നീ ആ പെങ്കൊച്ചിനെ കണ്ട? അവളൊരു ഫ്രീ കത്തിയാണ്. നിന്റെ നല്ല നടപ്പം ഗവൺമെന്റ് ജോലിയും കൊണ്ട് പോയാ അവള് നിന്നെ ആട്ടി വിടും. അതിപ്പോ എന്തോ ചെയ്യും അമ്മ? ഒരു വഴിയുണ്ട്, അതിന്റെ പേക്കോലൊക്കെ ഒന്ന് മാറ്റണം. മോറില്ലടാ ഇറക്ക അങ്ങോട്ട്. യോ, ഇവന്റെ പാന്റ് എത്രടാ നീ കാണിച്ചു വെച്ചിരിക്കണേ? എന്റെ ഷർട്ട്. ആ, ഇപ്പൊ ഒരു കോലമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പെമ്പിള്ളേരെ ഇംപ്രസ് ചെയ്യാൻ ഇങ്ങനത്തെ കോലമൊക്കെ കെട്ടേണ്ടി വരും. ഇനി നിന്റെ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും നീ ഒരു അസൽ ഫ്രീക്കനായിട്ട് തോന്നണം. അതിപ്പോ അങ്ങനെ അമ്മ? എന്ന് പറയാൻ നടയടാ അങ്ങോട്ട്. യോ. എടാ, അയ്യോ അയ്യോ നല്ല അയ്യോ അയ്യോ, എന്റെ ദൈവമേ, ഇവ മൊത്തം കൊളാക്കും. ഞാനും കൂടെ പോണേന്നല്ലേ, വാ ഇങ്ങോട്ട്. എക്സ്ക്യൂസ് മീ. ഞങ്ങൾ സ്ട്രീറ്റ് ഡാൻസേഴ്സ് ആണ്. ഓ അയ്യോ, എന്റെ കയ്യിൽ ചില്ലറ ഒന്നുമില്ല. മനസ്സിലായില്ല, പിച്ചക്കാരാന്ന് ചേച്ചി. പോവാ. അയ്യോ മോളെ, നമ്മൾ പിച്ചക്കാരില്ല. മോള് കണ്ടിട്ടില്ലേ ഈ വഴി പോണ പെമ്പിള്ളേരൊക്കെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ്, അതുപോലെ സ്ട്രീറ്റ് ഡാൻസേഴ്സ്. ഓ, എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാ റീൽസിലൊന്നും കണ്ടിട്ടില്ലല്ലോ? അത് പിന്നെ ഞങ്ങൾ ഇന്നാ തുടങ്ങിയത്. ഞാൻ സ്ട്രീറ്റ് അമ്മ, ഇത് സ്ട്രീറ്റ് മോൻ. ഓക്കെ ഓക്കെ. എന്റെ മകൻ നല്ലൊരു ഡാൻസർ ആണ്. ഇവന്റെ ഒപ്പം ഒരു ഡാൻസ് കളിക്കാൻ കമ്പനി കൊടുക്കാമോ? ഓ, അതിനെന്താ, സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷെ എനിക്ക് ഡാൻസിന്റെ സ്റ്റെപ്പ് ഒന്നും അങ്ങനെ അറിയില്ല. അപ്പൊ മോക്ക് കാര്യം അറിഞ്ഞൂടെ? ഞങ്ങൾ സ്ട്രീറ്റ് ഡാൻസേഴ്സ് ഡാൻസ് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ കളിപ്പിക്കുകയുള്ളൂ. എന്റെ മകനായോണ്ട് പറയല്ലേ കേട്ടോ, ഇവൻ പ്രഭുദേവേക്കാൾ വലിയ ഡാൻസർ ആണ്, അല്ലേടാ? അതെ അതെ അമ്മ, ഒന്ന് ഒരു നിമിഷം. എന്താടാ? എനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടുന്നു. അയ്യോ, അറിയാവുന്ന ഏതെങ്കിലും സ്റ്റെപ്പ് ഡാൻസ് പോലെ കളിച്ച് ആ പെങ്കൊച്ചിന്റെ മനസ്സിൽ കയറി പറ്റാൻ നോക്കടാ, മരമണ്ട. പോ അങ്ങോട്ട്. തുടങ്ങാം. ചിരാകാത്തോളേ. കൊലച്ച് എങ്ങനുണ്ട്? നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ ഒന്ന് പറന്നല്ലടാ. ഐ ആം റിയലി സോറി, എനിക്ക് നാടോടി നൃത്തമൊന്നും അങ്ങനെ കളിക്കാൻ അറിയില്ല. അയ്യോ, അത് കുഴപ്പമില്ല, ഞാൻ പഠിച്ചില്ല. സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ? ഇവ മൊത്തം കൊളാക്കണ മുമ്പേ ഞാൻ തന്നെ പോയി കാര്യം പറയണേ നല്ലത്. മാറില്ലടാ അങ്ങോട്ട്. എടാ, ചേർന്നില്ലേ? ചേർന്നിക്കോ. ഒയ്യോ, രണ്ടുപേരും നല്ല ജോഡിയാണ് കേട്ടാ. സത്യത്തിൽ മോളെ കണ്ടപ്പോ തൊട്ട് ഞാൻ ആലോചിക്കുകയാണ്, എന്റെ മോന് വേണ്ടി മോളെ കല്യാണം ആലോചിച്ചാലോന്ന്. മോളുടെ അഭിപ്രായം എന്താ? അല്ല, ഇങ്ങനെ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോ എനിക്ക് നാണം വരുന്നു. അതൊക്കെ കല്യാണം കഴിയുമ്പോ മാറിക്കോളൂ. അയ്യോ അതല്ല, എനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ദാ അങ്ങോട്ട് നോക്ക്, മോളുടെ എല്ലാ സങ്കല്പത്തിനും പറ്റിയവനാണ് ഇവൻ. അല്ലേടാ? എന്നാ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? നേരത്തെ അറിയുന്നു, പ്രിപ്പയർ ആയിട്ട് വരുന്നു. ആ കുഴപ്പമില്ല, ചോദിച്ചോ. ചേട്ടൻ മദ്യപിക്കോ? നെഗറ്റീവ് പറയണോ പോസിറ്റീവ് പറയണോ? എങ്ങും തൊടാതെ പറയാം. ആരോടാ ഈ ചോദിക്കുന്നേ? അപ്പൊ മദ്യപിക്കും. സ്മോക്കിംഗ്? ഇതൊക്കെ ചോദിക്കണോ? കണ്ടാ അറിഞ്ഞൂടെ? ചേട്ടന് ജോലി എന്താ? അത് ഞാൻ ഈ ഗവൺമെന്റ് ഒരു ജോലിയുമില്ല, ചുമ്മാ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയി നടക്കുന്നു. ഭാവിയെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ? ഒരു പ്ലാനും ഇല്ല, അല്ലേടാ? അതെ, ഒരു പ്ലാനും ഇല്ല. എന്തായാലും മോളുടെ എല്ലാ സങ്കല്പത്തിനും പറ്റിയവനാണ് ഇവൻ, മനസ്സിലായാലേ? ഇനി നമ്മൾ ഒട്ടും വൈകിക്കൂല. ഇന്ന് തന്നെ നമ്മൾ മോളോട് കല്യാണം ആലോചിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് പറ മോളെ. പറഞ്ഞോട്ടെ? പറ. എനിക്ക് നാണോ? അതൊക്കെ പറ മോൾ അങ്ങോട്ട്. പറയട്ടെ? ഓ അതെ, എന്റെ സങ്കല്പത്തിലുള്ള ആളെ പറ. ഇങ്ങനല്ല. അല്ല, ഒരു ദുശീലം ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു പണിക്ക് പോകാതെ ദുശീലങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളെ അല്ല എനിക്ക് വേണ്ടത്. അയ്യോ, അങ്ങനെ പറയല്ലേ ചേട്ടാ. ഇടാ, കയ്യോ പിടിച്ചടാ. ഓക്കെ പറയാനായിരിക്കും. ചേട്ടൻ എന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും. പോട്ടെ പോട്ടെ അമ്മ. അയ്യോ മോളെ, പോവല്ലേ മോളെ. അയ്യോ, നിങ്ങൾ ഒരൊറ്റ ഒരാള് കാരണമാണ് എന്റെ ജോലിയും പോയി, ഇപ്പൊ പെണ്ണും പോയി. നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും അമ്മ? എന്തായാലും നമ്മളിപ്പോ സ്ട്രീറ്റ് ഡാൻസേഴ്സ് ആയില്ലേ, അതുകൊണ്ട് തെരുവിൽ കിടന്ന് തണ്ടാ അമ്മ. അങ്ങനെയല്ലടാ, അമ്മ അമ്മ. ആ, ഇപ്പൊ കറക്റ്റ്. ഇത്ര നല്ലവനായിട്ട് എന്തിനാ വളർത്തിയതല്ലേ? കുറച്ച് വൃത്തികെട്ടവനാക്കായിരുന്നില്ലേ? നല്ലൊരു സ്കിറ്റായിരുന്നു, നല്ല കേടി ഷാജു ചേട്ടാ. നിതമോളെ, ദേവിമോളെ, സൂര്യമോനെ, നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. ഈ പറയുന്നത് ഇതുപോലൊരു അമ്മേനെ കണ്ടിട്ടില്ല കേട്ടോ. എന്റെ പൊന്നോ, കൊള്ളാം. 3 പേര് നന്നായിരുന്നു. ദേവിമോളെ, അമ്മയായിട്ട് നന്നായി. ഇനി അടുത്തൊരു ഇതിൽ വരുമ്പോ അമ്മ മാറ്റിയിട്ട് നമുക്ക് വേറെ സാധനം പിടിക്കണം കേട്ടോ. അമ്മായിയമ്മ പിടിക്കാം. അമ്മയെ നിതമോളെ നന്നായിരുന്നു. വന്ന ക്യാരക്ടർ മനോഹരമായിട്ട് മോളി ചെയ്തു. സൂര്യ,
മോനെ ആസ് യൂഷ്വൽ ഗംഭീരമായിരുന്നു. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. ഞങ്ങൾക്ക് അതെന്താണ് ഒരുപാട് നമുക്ക് ചിരിക്കാൻ പറ്റി. നല്ലൊരു എന്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. മക്കളെ നല്ലതായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ സ്വന്തം മക്കളൊക്കെ നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് എല്ലാ വീടുകളിലും. ഇത് നീ കൂതറയായിട്ട് ജീവിക്കാനാണ്. അല്ല, ആദ്യത്തെ ആ പോർഷൻസുകളൊക്കെ നല്ല ചോദ്യങ്ങളും നല്ല മറുപടിയൊക്കെ ആയിരുന്നു. അമ്മയും മോനും തമ്മിലുള്ള ആദ്യത്തെ ആ ഒരു കണക്ഷൻ ഇല്ലായിരുന്നോ? അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല സ്ക്രിപ്റ്റാണ്. അത്യാവശ്യം ചിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ 3 പേരും നല്ല മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. അസീസിക്ക. മിക്കവാറും ഇവിടെ ഉള്ള വലിയ വലിയ ടീമുകൾ നിങ്ങൾക്ക് കൊട്ടേഷൻ തരാൻ സാധ്യത നല്ലതായിട്ട് സത്യം. കാരണം അമ്മാതിരി അവർക്കൊപ്പം ആ ലെവലിൽ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പെർഫോമൻസ്. ഗംഭീര നടിയാണ് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ്. ബാക്കി എന്തായാലും നിങ്ങൾ 2 പേരും പൊളിച്ചിട്ടുണ്ട്. അതിനൊത്ത് സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ 3 പേരും ഒരുമിച്ച് നിന്നാലേ ഈ ടീം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള വലിയ വലിയ ടീമുകളെ വെട്ടി തകർക്കാൻ പറ്റും. എന്തായാലും പെർഫോമൻസും സ്കിറ്റും കൗണ്ടറും ടൈമിങ്ങും അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. സൂപ്പറാണ്. ഇനി ഇതുപോലെ നിൽക്കണം കേട്ടാ. താങ്ക് യു. മാർഗ് വേണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയത്? 35,000. കോറസ് പോലെ പഠിച്ചു വെച്ചേക്കുവാ. ഇപ്രാവശ്യം നമുക്ക് അതിൽ കൂടുതൽ വാങ്ങിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, കലക്കി സ്കിറ്റ്. അപ്പം ആദ്യം നമുക്ക് ആരെ കൊണ്ട് ചോദിക്കാം? ആദ്യം അസിസിക്ക് തരട്ടെ അല്ലേ? ഇവിടെ ഉള്ള വലിയ വലിയ ടീമുകൾക്ക് 8ന്റെ പണി കൊടുക്കുന്നതുകൊണ്ട് 8 മാർക്ക്. അപ്പൊ 8 മാർക്ക് എത്ര രൂപ? 8,000. 8,000. ഓക്കെ, ഞാനൊരു 2 മാർക്ക് കൂടെ കൂട്ടിയിരിക്കുന്നു. 10 മാർക്ക്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയായി? 18,000. എടാ അടുത്തത് ഈ ചെറുത് പറഞ്ഞാൽ മതി കേട്ടോ. ഒരു ഓഫർ കൂടെ കൊടുത്തു വിടാമല്ലോ. ഇപ്പൊ ടോട്ടൽ എത്ര മാർക്ക് ഉണ്ട് നമുക്ക്? അല്ല, ഇവരൊക്കെ കണക്ക് തെറ്റുന്നു. 18. ഓക്കെ, ഇനി അപ്പൊ ടോട്ടൽ മാർക്ക് നസീർക്കയുടെ മാർക്ക് അവിടെ വരും എമൗണ്ട് ആയിട്ട്. അതുപോലെ അത് മതിയോ? അതോ ഞാൻ തുറന്നങ്ങ് പറയണോ? വേണം. പക്ഷെ ബാലൻസ് ദേവി അവളെ കൃത്യമായിട്ട് പറയണം. പ്രാവശ്യം ഞാൻ പറഞ്ഞു. മോള് പറഞ്ഞേ പറ്റും. ഓക്കെ, റെഡി? നസീർക്ക സാധനം വിട്ടോ. എന്നാ വിട്ടോ. ടോട്ടല് ടോട്ടൽ 40,000 മാർക്ക്. അപ്പോൾ ഞാൻ ഷാജോൻ ചേട്ടന് എത്ര തന്നു? നസീർക്ക് എത്ര തന്നു? പറ. 11. 11. അപ്പോഴത്ര 11. ആദ്യം എത്ര മാർക്ക് നമുക്ക്? 18. ഇപ്പൊ എത്ര മാർക്കുണ്ട്? 40. ബാക്കി എത്ര? 11. 18. 22 കറക്റ്റാ? ഉറപ്പാണോ? കറക്റ്റാണോ? 22 ഉറപ്പാണോ? വിശ്വാസമില്ലാത്ത ഉറപ്പ്. ഇവരോട് ചോദിക്കും. ഇവര് ഓക്കെ പറഞ്ഞാൽ ഞാൻ ഓക്കെ. നിങ്ങൾ ഓക്കെ ആണോ? 22 ആണോ? അപ്പൊ അടുത്ത പ്രാവശ്യം തമിഴ്നാടിനെ പറ്റി വിശദമായിട്ട് പഠിച്ചോണ്ട് വരണം. തമിഴ്നാടിനെ പറ്റി എന്ത് ചോദിച്ചാലും പറയണം. ഓക്കെ, റെഡി? സൂര്യ ബൈഡാ. കഴിഞ്ഞ പ്രാവശ്യത്തെ റാപ്പ് പോലെ അടുത്ത പ്രാവശ്യം റാപ്പൊക്കെ പഠിച്ചിട്ട് കേട്ടോ. ബൈ 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 ബൈ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിക്കുള്ള സമയമാണ്. പാലക്കാട് നിന്നാണ് ഈ മോൺസ്റ്റർ വരുന്നത്. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം ലിയ. നമസ്കാരം, ഞാൻ ലിയ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വിഷയമാണ്. എന്താണെന്നല്ലേ? മനിതൻ ഉണർന്നു കൊള്ള ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാനത് പുനിതമാനത് പുനിതമാനത്. എന്റെ പൊന്നേട്ടോ ഒരു എക്കോയെങ്കിലും ഇട്ട് സഹായിച്ചൂടെ? ശരി പോട്ടെ. പ്രണയം. വൃദ്ധനെ 16-കാരനാക്കുന്ന, 16-കാരനെ വൃദ്ധനാക്കുന്ന, കോടീശ്വരനെ ദരിദ്രനാക്കുന്ന, ദരിദ്രനെ അല്ല വീണ്ടും ദരിദ്രനാക്കുന്ന നമ്മുടെ സ്വന്തം പട്ടൺ റഷീദ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. പ്രണയം, ലവ്, പ്രേമം, കാതൽ, പ്യാർ, ഇഷ്ക് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ? പക്ഷെ ഷാജോൻ ചേട്ടന് അറിയാം. കാരണം എന്താന്ന് വെച്ചാ, പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെ തീയാണ് പെണ്ണേ. കരളിനുള്ളിലെ തീയാണ്. തീയും കത്തിച്ചോണ്ട് അവിടെ ഇരിക്കുവല്ലേ? ഈ കഴിഞ്ഞ പോസ്റ്റിൽ ഞാൻ കണ്ടായിരുന്നു എന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെന്ന്. ആ ഫയറാണോ ഈ തീ? സാരമില്ല, ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോ ചേച്ചി വെള്ളം കോരി ഒഴിച്ച് ആ തീ അങ്ങ് കെടുത്തിക്കോളും. ഈ പ്രേമം, പ്രണയം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ സാഹചര്യത്തിനനുസരിച്ച് ഇതിന്റെ പേര് മാറും. ഒരു 16, 17 ഇവരെ പോലുള്ള വയസ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ അട്രാക്ഷൻ, ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയും. ഇപ്പോഴുള്ള പിള്ളേർ ഇതിനെ ക്രഷ് എന്നൊക്കെ പറയും. ക്രഷിന്റെ കാലമാണല്ലോ. സ്വന്തമായിട്ട് ഒരു ബ്രഷ് ഇല്ലാത്തവന് വരെ ക്രഷ് ഉണ്ട്. അതിലും ഏറ്റവും കൂടിയ ഒരു അതിക്രമമാണ് സെലിബ്രിറ്റി ക്രഷ്. നസീർക്കയുടെ സെലിബ്രിറ്റി ക്രഷ് ആരാന്ന് എനിക്ക് അറിയാം. മനീഷ കൊയ്രാളെ അല്ലേ? അതാരാന്ന് പോലും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പരമമായ സത്യം. അടുത്തത്, കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രേമം വരുന്നതെങ്കിൽ നമ്മൾ അതിനെ അൽസിതം, കുൽസിതം, അവിഹിതം എന്നൊക്കെ പറയും. അത് കേട്ടപ്പോ തന്നെ അസീസ്ക്ക ഫോണൊക്കെ എടുത്ത് പോക്കറ്റ് ചെയ്യോ. എന്നെ കുറ്റം പറഞ്ഞാൽ തെറ്റും.
ഇല്ല, ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറയും അത് കേട്ടപ്പോ അസീസിക്ക ഫോൺ എടുത്ത് പോക്കറ്റ് വെച്ചു. പക്ഷെ അത് കേട്ടപ്പോ തന്നെ അസീസിക്ക ഫോണൊക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ച്. അസീസിക്ക പേടിക്കണ്ട, ഞാൻ ഈ വിഷയം ഇതോടുകൂടി നിർത്തുക, ഇനി പറയില്ല. ഇനി നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ പ്രണയം ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ മെഡിക്കൽ സയൻസിൽ ഇതിനെ പറയുന്നത് ലവ് ഓഫ് മേനിയ ഡിസൂസ എന്നൊന്നുമല്ല, കുന്തളിപ്പ് എന്നാണ്. ഈ പ്രേമത്തിന് 2 തരം പ്രേമമാണുള്ളത്. 1 സൈഡ് ലവ്, 2 സൈഡ് ലവ്. 1 സൈഡ് ഓംലെറ്റ് കഴിക്കാൻ നല്ല രസമാണെങ്കിലും 1 സൈഡ് ലവ് അത്ര രസമുള്ളതല്ല, അത് ഭയങ്കര പെയിൻഫുൾ ആണ്. എന്നാൽ ഈ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പ്രേമം 2 തരത്തിലാണ്. ഈ ആണുങ്ങളുടെ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹ സദ്യ പോലെയാ, അവർക്ക് ആർക്ക് വേണേലും കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല. 5 സ്റ്റാർ ഹോട്ടലിൽ ഇലയിട്ട് തിന്നുന്ന എക്സിക്യൂട്ടീവ് സദ്യ പോലെയാ, ആളും തരവും ഒക്കെ നോക്കി മാത്രമേ അവർ പ്രേമിക്കുള്ളൂ. നമ്മുടെ വീട്ടുകാർക്ക് പണ്ട് മുതലേ പ്രേമത്തോട് ഭയങ്കര എതിർപ്പാണല്ലേ. അവരിപ്പോൾ ഒരു പെൺകുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ പറയും, നീ പരിചയമില്ലാത്തവരോട് മിണ്ടരുത്, അവരെ നോക്കരുത്, അവരെ കണ്ടാൽ ചിരിക്കരുത്, അവരോട് നടക്കരുത്. എന്നാൽ നല്ല പരിചയമുള്ള ഒരുത്തനെ ഞാൻ കൊണ്ട് നിർത്തിയിട്ട് അവനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറയാ, പരിചയമുള്ളവനെ കെട്ടരുത്, പരിചയമില്ലാതെ 5 മിനിറ്റ് മുമ്പ് വീട്ടിൽ വന്ന് ചായ കുടിച്ചു പോയാൽ അയാളെ കെട്ടിയാൽ മതി. എത്ര വ്യത്യസ്തമായ ആചാരങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ബ്രഹ്മയുഗമല്ലല്ലോ, കലിയുഗമാണല്ലോ. കലിപ്പനും കാന്താരിയും ഉള്ള കലിയുഗം. നല്ല ഒന്നാന്തരം കലിപ്പന്മാരും കാന്താരിമാരുടെയും പ്രണയം നമ്മൾ കണ്ട് ആസ്വദിച്ചതാണല്ലേ. പനി വന്ന പാരസെറ്റാമോളിന്റെ ഇമോജി അയക്കുകയും നല്ല ദേഷ്യം വന്ന മോളെ എന്നൊക്കെ പറഞ്ഞുള്ള തെറി അയക്കുകയും ചെയ്യുന്ന കലിപ്പന്മാരും സ്വന്തം അച്ഛനെ പറഞ്ഞാലും അടിച്ച് കരണക്കുട്ടി പോച്ചാലും ഏട്ടായി എന്തൊരു കെയറിങ്ങാ എന്ന് പറയുന്ന കാന്താരിമാരും ഉള്ള നാടാണ് ഇത്. ഈ കാലിപ്പന്റെ കാന്താരിയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അവൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ബലി കൊടുക്കേണ്ടി വരും. ഇതിൽ നിന്നൊന്ന് പിന്മാറാന്ന് വിചാരിച്ചാലോ അടുത്ത വർഷം ഇതേ സമയം അവളുടെ ബലി വീട്ടുകാർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രണയമൊക്കെ ഭയങ്കര പാടാണ്. ഇതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറാന്ന് വിചാരിച്ചാൽ നമ്മുടെ കവികൾ സമ്മതിക്കൂല. അമ്മാതിരി പ്രണയഗാനങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ പ്രണയഗാനങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പ്രണയവും പൂവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആദ്യമായിട്ട് പ്രണയിക്കുമ്പോൾ പൂ കൊടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രണയഗാനം നോക്കുവാണെങ്കിൽ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, അത് കഴിഞ്ഞാൽ പൂക്കൾ പനിനീർ പൂക്കൾ, ഇങ്ങനെ എല്ലാത്തിലും പൂക്കളുണ്ട്. ഈ പ്രണയവും പൂവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നോക്കിയും കണ്ടും ഒക്കെ പ്രേമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൂവെല്ലാം കൂടെ വാരി പെറുക്കി വട്ടത്തിലാക്കി കെട്ടി നിന്റെ നെഞ്ചത്ത് റീത്തായിട്ട് വെക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ പ്രേമിച്ചോണം. അതിനാണ് ഈ പൂക്കളും പ്രണയവും തമ്മിൽ കവികൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ പ്രണയം ഓർമ്മ വന്നത്. എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു, രതീഷ്. അവൻ എന്നും വിളിച്ചിട്ട് എന്നോട് പറയും, ദിയ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, 7 കടലും മലയും പർവ്വതവും താണ്ടി ഞാൻ നിന്നെ കാണാൻ വരും, ഈ പ്രപഞ്ചം മൊത്തം എതിർത്താലും ഞാൻ നിന്റേതായിരിക്കുമെന്ന്. എന്നാൽ നാളെ 10 മണിക്ക് സ്കൂളിന്റെ ബാക്കി വരുവാടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാം, അയ്യോ അത് പറ്റൂല, പശുവിന് 10 മണിക്ക് പുല്ല് കൊടുത്തില്ലെങ്കിൽ അമ്മ വഴക്ക് പറയുമെന്ന്. ഈ പുല്ലനെയൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ പ്രേമിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. അപ്പം നാട്ടുകാർ പറഞ്ഞു ഞാൻ അവനെ തേച്ചൂന്ന്. ഈ തേപ്പിലും ആണും പെണ്ണും ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഒരു പെണ്ണ് ഒരുത്തനെ പ്രേമിച്ചിട്ട് തേക്കുവാണെങ്കിൽ അവൾ അവനെ തേച്ചു, ദാറ്റ്സ് ഓൾ. അതേസമയം ഒരു ആണാണ് പ്രേമിച്ചിട്ട് ഒഴിവാക്കുവാണെങ്കിൽ പിറ്റേന്ന് സായാഹ്ന പത്രത്തിൽ വരെ വരും, വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു, യുവാവിന് 1.5 വർഷം കഠിന തടവെന്ന്. എന്ത് ലോകമാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രേമിക്കുന്നവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കണ്ണ്, സംസാരം, ചിരി, നോട്ടം, ബോഡി ലാംഗ്വേജ്. നിങ്ങൾ ഇപ്പം തന്നെ എന്നെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റാൻഡപ്പ് പറയുമ്പോൾ കൂടുതലും നോക്കിയത് ജീവയാ. പിന്നെ ഇവർ 3 പേരെ ഞാൻ കളിയാക്കിയെങ്കിലും ജീവയെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? എല്ലാം മനസ്സിലായി. ജീവ ഒന്നും പറയണ്ട. എന്റെയാ ഞാൻ എങ്ങ എടുത്തു. ജീവ ഇനിയും നമ്മൾ ഈ രഹസ്യം മറച്ചു വെക്കണോ? അതങ്ങോട്ട് പറഞ്ഞാലോ? ധൈര്യമായിട്ട് പറ. പെട്ടെന്ന് പറ. എന്തായാലും നമ്മൾ ഫ്ലോറിൽ വെച്ച് തന്നെ കല്യാണം നടത്താം. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇവന്മാരുടെ മുഖത്ത് നോക്കി 16 വയസ്സ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ തന്നെ ചെട്ടി നമ്മളാന്ന്, അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു ചേട്ടാ. ജീവയെ കുറിച്ച് പറഞ്ഞതിൽ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടവന്റെ മുഖത്ത് ഫ്ലഷ് ചെയ്യുന്നു. അതൊരു ക്ലൈമാക്സ് കിട്ടിയില്ല, അതുകൊണ്ട് ജീവ അങ്ങനൊന്നും പറയരുത്. അവൻ പരീക്ഷയോടെ അവിടെ പറഞ്ഞല്ലോ, അത് മതി അത് മതി. ഇനി അത് ഇതിനെ കുറിച്ചൊരു നല്ല ഒരു അറിവുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കണ്ടന്റ് തപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അല്ല അതൊക്കെ ഫോളോ ചെയ്തത് വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു. സ്കൂളിന്റെ ബാക്കില് അവരോട് വരാൻ പറഞ്ഞു. രതീഷ് എപ്പോ എവിടെ ഉണ്ട്? എന്തായാലും നന്നായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. എടുത്ത സബ്ജക്ട് നല്ലായിരുന്നു, പ്രണയം. അല്ല, ഈ കാലഘട്ടത്തിലെ ആൾക്കാർ പ്രേമിക്കുമ്പോൾ 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നസീർക്ക ഇനി എന്നെ കോണ്ടാക്ട് ചെയ്തത് ബൈ എന്ന് മെസ്സേജ്. പിന്നെ രണ്ടാമത് നസീർക്ക പറഞ്ഞ കറക്റ്റാണ്. ഇതിനെക്കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള, ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത ആൾക്ക് മാത്രമേ A to Z, ഒരു പ്രേമത്തിന്റെ A to Z, അമ്മൂമ്മ റേഷൻ കടയിൽ പോകുമ്പോഴുള്ള പ്രണയത്തെക്കുറിച്ച് ഇപ്പോഴത്തെ മുട്ടുകുത്തിയുള്ള ആ പ്രണയം വരെ പറയുന്നുണ്ടെങ്കിൽ
നല്ല എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ 3 പേരെ വയസ്സാക്കുകയും നമ്മുടെ ജീവനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്ത ലിയയ്ക്ക് അടിപൊളി കേട്ടാ. അപ്പോൾ കലക്കിലിയ നല്ലൊരു വിഷയമായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു, എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതേപോലെ ഉഗ്രനായിട്ട് വരൂ. ഇതേപോലെ പ്രണയം പറയണോ? വരണേ, വരും. നിങ്ങൾ കാത്തിരിക്കും. ശരി. ബൈ നിയ, ബൈ, ടേക്ക് കെയർ ഡാ. ഓക്കെ, ഫുൾ പവറിൽ അടുത്ത ടീമിനെ വിളിക്കട്ടെ. വിളിച്ചോ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഷ്യാൻ, ശ്യാം, ഐശ്വര്യ. നമസ്കാരം, വെൽക്കം ബാക്ക്. രണ്ടാമത്തെ തവണയല്ലേ വരുന്നത്? ഷാജോൻ ചേട്ടാ. ശ്യാമേ, കഴിഞ്ഞ സ്കെഡ്യൂൾ വന്നിട്ട് പട്ടികടി കൊണ്ടുപോയിട്ട് പുക്കളുടെ ചുറ്റും ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തോ? ഓക്കെ അല്ലേ? വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഞങ്ങൾ 3 പേരും ഓക്കെ പറയുന്നു, അങ്ങ് ചെയ്യുക. ഓക്കെ. അപ്പോ ഇത് ഐറ്റം വേറെ. അച്ഛന്റെ തക്കുടുവാവേ, അച്ഛന്റെ പൊന്നാരിവാവേ, അച്ഛന്റെ ടുട്ടുടുവാവേ. നോക്കടി, കൊച്ചെന്നെ പറിച്ചു വെച്ചേക്കുന്നല്ലേ. അതെന്നെയാ നേഴ്സ് പറഞ്ഞേ. എന്തോന്ന്? ചേട്ടനെ പോലെ തന്നെ ഉണ്ടെന്ന്. എടി, കൊച്ചെന്റെ മുഖത്ത് നോക്കി ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടാ. കൊച്ചു മാത്രല്ല, ആർക്കായാലും നിങ്ങളെ കണ്ടാ രണ്ട് പറയാൻ തോന്നും. എന്തായാലും പറഞ്ഞായിരുന്നാ? അതല്ല ചേട്ടാ, കൊച്ചെന്തോ പറയുന്നു. ഇനി വേണം നിന്റെ അച്ഛന്റെ മുന്നിൽ പോയി എനിക്ക് നെഞ്ചും പിരിച്ച് നിക്കാൻ. അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്ക്. എന്ത്? അങ്ങനെ നിങ്ങളുടെ പള്ളക്ക് കത്തി കയറ്റും. ഓ, അതെന്തടി? എന്തെന്നാ നമ്മൾ ഒളിച്ചോടിന്റെ ദേഷ്യം അച്ഛൻ ഇതുവരെ മാറിയിട്ടില്ല. ഓ, ഞാനൊരു റബ്ബർ വെട്ടുകാരനായി പോയതുകൊണ്ടായിരിക്കും ചിലപ്പോ. പിന്നെ നീ എന്തിനാടി റബ്ബർ വെട്ടാനോട് ഇറങ്ങി വന്നത്? പിന്നെ നിങ്ങൾ കണ്ണു മുക്കൊക്കെ കാണിച്ച് ഇറങ്ങി വരത്തില്ലേ? പിന്നെ കണ്ണും മുഖം കാണിക്കാൻ ഞാൻ ENT ഡോക്ടർ അല്ലേ. തമാശ കാളാ. തമാശ കളഞ്ഞ ഇത് മൊത്തം സീരിയസ് ആവും, കയ്യിൽ നിന്ന് പോകും. ഞാൻ പറഞ്ഞേക്കാം. ചേട്ടാ, എന്ത്? നിങ്ങൾ എന്തിനാ ഈ കൊച്ചു കറിയും എന്റെ അടുത്ത് ഇത്ര ദേഷ്യപ്പെടുന്നേ? എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാ എനിക്ക് അപ്പൊ ദേഷ്യം വരും. ഞാൻ അത് മാറ്റി എടുക്കാടി. ഓ എടി, ആ മിക്സി ഓഫ് എടി. ഒന്നാമത് ഭയങ്കര കറണ്ട് ബില്ലാണ്. മിക്സി അല്ല, ഞാറാ അല്ലത് രാജശേഖരൻ തമ്പി. അയ്യോ, അമ്മാവരോ? അമ്മാവ കേറി വാ. അമ്മാവാ. ഇല്ല, ഞാൻ തീർത്ഥത്തിൽ ചവിട്ടിട്ടേ കയറി വരൂ. അമ്മാവാ, ഞാൻ ഇവിടെ അത്യാവശ്യം വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു തറവാട്. അത് ഇതും ചവിട്ടി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതല്ലത്, പുണ്യ തീർത്ഥത്തിൽ ചവിട്ടിയാ വരൂ. അതെന്ത്? എനിക്ക് അത്താർ അറപ്പാണ്ടാ നിന്ന. അമ്മാവാ, ഞാൻ എന്ത് ചെയ്ത അമ്മാവാ? എന്ത് ചെയ്യുന്നാ? എടാ, എന്റെ വീട്ടിൽ റബ്ബർ വെട്ടാൻ വന്നിട്ട് ഒട്ടുപാലും മരിച്ച് എന്നെ മലിപ്പിച്ച് എന്റെ മോളെ എടുത്തിട്ട് പോയില്ലടാ നീ. പൊടിച്ചക്കുട്ടി. പൊടിച്ചിപ്പട്ടിയാ? പൊടിച്ചപ്പട്ടിയല്ല, മാവന്റെ മോള് പൊടിച്ചക്കുട്ടി. പൊടിച്ചിക്കുട്ടി വിളി. പൊടിച്ചക്കുട്ടി. ഓ തന്തയാ, ഞാൻ ഇതുവരെ അവളെ അങ്ങനെ വിളിച്ചിട്ടില്ല. പൊടിച്ചിക്കുട്ടിയേ, ഒലിക്കുന്നങ്ങ്. അച്ഛാ, എന്റെ കൊച്ചിനൊന്ന് നോക്ക്. അയ്യോ എന്റെ മോനെ, ചക്കരേ. ഭാഗ്യം തന്നെ. എന്തേ? അവന്റെ മോന്ത അല്ല, അതല്ലെന്ന് മോളെ പോലെ ഇരിക്കുവന്ന്. ഈ എന്റെ ചെറുമോന് എന്റെ അച്ഛന്റെ പേരിനോടി തന്നെ. എങ്ങനെ അമ്മാവാ ഞാൻ കൊച്ചിന്റെ മുഖത്ത് നോക്കി ആക്രി സൂര്യ എന്നൊക്കെ വിളിക്കുന്നത്? എന്താണ് സംസാരിക്കുന്നത്? എന്താ അച്ഛാ, ഈ കവറിൽ എന്തുവാ? അയ്യോ, എന്റെ കൊച്ചുമോന് കൊണ്ടുവന്ന സാധനങ്ങള്. ചേട്ടൻ ഇതൊന്ന് നോക്കി. കൈയും വീശി വരാൻ പറ്റൂ? എന്റെ അച്ഛനാണ്. എന്താ അച്ഛാ ഇത്? എടാ, എന്റെ കൊച്ചുമോന് മാനം മറക്കണ്ടേ ഇതിട്ടിട്ട്? പിന്നല്ലാതെ. എന്താ ടോർച്ച്? ടോർച്ച് എന്തിനാ? പല്ല് തേക്കാൻ. അമ്മാവാ, പിന്നെ ഈ ഷേവിംഗ് സെറ്റ് എന്തിന്? എടാ, ഇത് ആങ്കൊച്ചല്ലേ, അവന് ഷേവ് ചെയ്യണ്ടേ? അമ്മാവാ, ആ കിടക്കണത് എന്റെ 6 മാസം പ്രായമുള്ള കുഞ്ഞാണ്, അല്ലാതെ ആടുജീവിതത്തിലെ പൃഥ്വിരാജല്ല. അച്ഛാമ്മയെ കാണണം എനിക്ക്. എന്റെ പൊന്നുമോളെ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായില്ലേ? അയ്യോ, അതല്ല അച്ഛാ, എനിക്ക് അമ്മയെ കാണണം. അമ്മയെ കാണണം അല്ലേ നിനക്ക്? എടി, നീ ആ വീട് വിട്ട് ഇറങ്ങിയതിനു ശേഷം നിന്റെ അമ്മ ആ ഇരുട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അറിയാമോ? ഞാൻ ഏതമ്പലത്തിൽ കൊണ്ടുപോട്ട് ഏത് ഡോക്ടറെ അവളെ കാണിക്കട്ടെ? പറയടി, പറ. എങ്ങും കൊണ്ടുപോണ്ട, എത്ര കാണിക്കാതാ കറണ്ട് ബില്ലും കടക്കാൻ. അച്ഛാ, ആ കറണ്ട് ബില്ലും കടച്ചേക്കണേ. അച്ഛാ, എന്റെ അമ്മേന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കേ. അമ്മയെ കൊണ്ട് കാണിക്കാൻ മക്കളെ, നീ വാ. അച്ഛാ, എനിക്കും കാണണം അമ്മച്ചിയെ. നീ മുടിപ്പുരി അമ്മച്ചിയെ കൊണ്ടുപോയി കാണിച്ചാ മതി. അങ്ങനെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കൊച്ചുമോനെയും എന്റെ ഭാര്യയെ നിങ്ങൾ കാണണ്ട. ഇപ്പൊ നോക്കിക്കോണേ, ഒരു നെഞ്ചുവന്നെ ഇപ്പൊ വരും. എന്റെ അച്ഛ
എന്റെ പൊന്നു. അമച്ചർ നാടകം തോറ്റു അമ്മാതിരി അഭിനയം. ഡാ, നീ എന്തൊരു പറഞ്ഞ ഇവളെ അമ്മയെ കാണുന്ന ഇവളെ അമ്മ എന്നോട് പറഞ്ഞെന്തറിയാമോ? നിന്നെ കണ്ട മണ്ട അടിച്ച് കീറുന്നു. ഒരിക്കലും ഒരു മരുമനായ എന്റെ മണ്ടടിച്ച് കീറൂല. എടാ, താലിയിട്ട ഭർത്താവിന്റെ മണ്ട അടിച്ചോളെ പറഞ്ഞേക്കുന്നു. പിന്നെ അമ്മാവ ഇങ്ങനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. അത് എനിക്ക് BP ഉള്ളതാണ്. എടാ, നിനക്ക് PP ഉണ്ടെങ്കിൽ നീ എടുത്ത് വെച്ച് ഊറണം. നീ എന്റെ തോളിക്കരണം എന്തിന്? അങ്ങേക്ക് രക്തസമ്മർദ്ദമാന്നാ ഈ കണ്ണിച്ചോരയില്ലാത്തവനാ. അമ്മാവ എന്നെ അങ്ങനെ കളിയാക്കണ്ട. കളിയാക്കുണ്ടേ അതെന്തരുണ്ടാ? അതല്ല ഹേ അല്ല ഹേയാ, മലയാളം ഹിന്ദിയും കൂടെ വെച്ച് കാച്ചാ നീ. അമ്മാവ എന്റെ പിന്നിൽ നിന്ന് വലിയൊരു കുടുംബമുണ്ട്. കുടുംബം എന്തിനാ നിന്റെയൊക്കെ കുടുംബം? എന്ത്? എടാ, അതൊക്കെ എന്റെ തറവാട്ടി വരണം. ഞങ്ങൾ വൈകുന്നേരം ഏതെങ്കിലും ചോദിക്കും, അത്താഴ ഭക്ഷിക്കാരുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ സെയിം പിച്ചെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കിടന്നു. അതാണ് നിങ്ങളെ തറവാടിന്റെ കുഴപ്പം. മനുഷ്യൻ നിങ്ങൾ ഒന്ന് നിർത്തുവോ? എന്നാ നീ തുടങ്ങും. എനിക്ക് ഇഷ്ടം അച്ഛാ, ചോറ. അച്ഛൻ ഇത് കഴിക്ക്. ഇവിടെ ഇരിക്കി. അയ്യോ, എന്റെ മോളെ കൈ കൊണ്ട് എത്ര നാളാണ് ആഹാരം കഴിച്ചിട്ട്. എന്റെ പൊന്നുമോളെ നീ ഉണ്ടാക്കി തന്നെ. അയ്യോ, അരിക്കൊക്കെ ഇപ്പൊ കിലോയ്ക്ക് 60 രൂപ വിലയാണ്. അച്ഛൻ കഴിക്കുന്നു. അമ്മാവ കഴിയമ്മാവ. അയ്യോ, ഇതെന്ത് ചിക്കനാ? ചിക്കൻ ഫ്രൈ. ആടിപ്പോളേ. കോഴിക്കൊക്കെ ഇപ്പൊ എന്തൊരു വില ഇത്. എന്റെ അച്ഛൻ കഴിച്ചതിന്റെ ബാക്കി നിങ്ങൾ കഴിച്ചാൽ മതി. നിന്റെ അച്ഛൻ കഴിച്ചതിന്റെ ബാക്കി നിന്റെ അച്ഛൻ കഴിക്കും. ഞാൻ കഴിക്കൂല. നീ എന്നോട് കേട്ട്. ഞാൻ കഴിച്ചോളാം. എനിക്ക് ഇതിന്റെ ഒന്നും വേണ്ട. എടി, ഇവര് ഭ്രാന്താണ്. വെറും ഭ്രാന്തല്ല, ആർത്തി മൂത്ത് ഭ്രാന്തായതാണ്. അങ്ങനെ സൈക്കോ അച്ഛാ. അച്ഛാ, ഇത് നോക്കിയേ. ഇതിനിടയ്ക്ക് നീ പോയി ടാറ്റു പഠിച്ച? ടാറ്റു അടിച്ചതല്ല, അങ്ങനെ കുറ്റിച്ചോലിട്ട് കുത്തിയതാണ്. ഈ കൊച്ചു കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കണ്ണും മൂക്കും തലച്ചോറൊന്നും ഇല്ല, ചാട്ടിയാണ്. എന്റെ പൊടി കൊച്ചു കരയുന്നേനാ? അച്ഛാ, നോട്ടൊന്നുമില്ല, ആരായാലും അടിക്കും. എന്റെ അച്ഛാ, എനിക്ക് അടുക്കളയിൽ ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു. അച്ഛൻ കൊച്ചു കറിയാതെ ഒന്ന് നോക്കിക്കോളേ. അച്ഛാ, ചേട്ടൻ വയലന്റ് ആവുവേ. എടി എന്റെ മോളെ, എത്ര കൊച്ചുങ്ങളെ ഈ കൈകളിട്ട് വളർത്തിയെന്ന് അറിയാമോ ഞാൻ? ധൈര്യമായിട്ട് പോ. ഓ, എനിക്ക് വയ്യ മക്കളെ. തമ്പിയപ്പാപ്പ, മക്കളെ, തമ്പിയപ്പ, നിന്നെ ഇപ്പൊ പരിപാടി എന്താ? എനിക്കൊരു യോഗ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോ ചെയ്യാന്ന് വിചാരിച്ചു. നടക്കട്ടെ. പൈലാസനം. അത് ഞാനാണ് പറയേണ്ടത്. അയ്യോ, 1-ാം തരം ബലൂൺ തരാം, പാട്ടിൽ പോയേ. 1-ാം തരം ബലൂൺ തരാം. അയ്യോ അമ്മാവോ, എന്തോന്ന്? ശവാസനം. അയ്യോ, ശവാസന. എണീരെവിടെന്ന്? അയ്യോ, എണീര്. അച്ഛാ, എന്തോ ഈ കാണിക്കുന്നേ? വയ്യാത്ത പട്ടി എന്തിനാ കയ്യാല കയറാൻ പോണത്? അച്ഛ, കൊച്ച്. അമ്മാവ, ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത് തെറ്റ്. അവക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്നില്ലേ? അവക്ക് ആഹാരമില്ലേ? അവക്ക് വസ്ത്രമില്ലേ? അവക്ക് എന്താ അമ്മാവ ഒന്നും ഇല്ലാത്തത്? എടാ, ഇതെല്ലാം അവക്കുണ്ട്. പക്ഷെ എനിക്കിതൊന്നും ഇല്ല. അതിന് ഞാൻ നിങ്ങളോട് നിന്നോട്ടാ. അയ്യോ, അമ്മ. അടിപൊളിയായിരുന്നു. ചേട്ടാ, എനിക്ക് തോന്നുന്നത് കുറെ തമാശകൾ ഉണ്ടായിരുന്നു. നന്നായിരുന്നു കേട്ടോ. സ്കിറ്റ് ഓവറോൾ നോക്കുമ്പോൾ നന്നായിരുന്നു. സ്കിറ്റ് നന്നായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആ സ്കിറ്റ് വെച്ച് കമ്പയർ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ചിരിക്കാൻ കുറച്ച് കുറവുണ്ടായിരുന്നു. ഈ ശ്യാം വരുന്നോടം വരെയുള്ള കുറച്ച് ഏരിയ ഉണ്ടല്ലോ, അവിടം വരെ എന്തോ ഒരു മാറ്ററിലോട്ട് കിടക്കാൻ ലേറ്റ് ആവുന്ന പോലെയോ അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലായ്മയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ശ്യാം വന്നപ്പം പോലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ശ്യാമിൻ്റെ കൊച്ചിനെ കരച്ചിൽ മാറ്റാനുള്ള ഒരു തത്രപ്പാടും കാര്യങ്ങളും ഓവറോൾ വലിയ തെറ്റില്ലാത്തൊരു സ്കിറ്റായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. കുഴപ്പമില്ലായിരുന്നു എന്നേ പറയുള്ളൂ. അതതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു ലാഗാണ്. പിന്നെ അച്ഛനോടും അമ്മയോടും, അതായത് ഭർത്താവിനോടും ഭാര്യയോടും പറയാനുള്ളത്, നമ്മൾ കുറേ പ്രോപ്പർട്ടികൾ ഇവിടുന്ന് തരും. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ കുഞ്ഞാണ്.
നമ്മളൊരു ജീവനുള്ള ഒരു കൊച്ചിനെയാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നത്. വളരെ കറക്റ്റ്. ഒരു ജീവനുള്ള കൊച്ചിനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അത് ഡെമ്മിയാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷേ അത് ജീവനുള്ള ഒരു കൊച്ചായിട്ട് വേണം നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അത് ഡെമ്മിയാണെന്നുള്ള ഫീലിംഗ് വരുത്തരുത്. ഇവിടെ ഒക്കെ ഇതിട്ടിട്ട് ഷോളൊക്കെ ഇട്ട് മാസ്ക് ചെയ്തിരുന്നെങ്കിൽ അത് കുഞ്ഞായിട്ട് തന്നെ ഫീൽ ചെയ്തേനെ. നമുക്കിപ്പോൾ ഇത് ഒരു പാവ ഇട്ട് കളിക്കുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്തു. മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. ഷ്യാമിൻ്റെ ക്യൂട്ട് പെർഫോമൻസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഷാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരാൾ നിന്നാൽ അവരെ മുഖത്ത് നോക്കി തന്നെ പറയണം. ഈ തല കുനിഞ്ഞ് മറ്റേ അങ്ങോട്ട് നടന്നു പോയി ഇങ്ങോട്ട് നടന്നു വന്ന് ആ ഒരു ആവശ്യമില്ല കുറെ മൂവ്മെന്റ്സ് അത് വിടണം, മനസ്സിലായി. അവിടെ പോയിട്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ചെറിയ ലാഗും. അപ്പൊ പെട്ടെന്ന് രണ്ടാമത് ഷ്യാമിന്റെ പെർഫോമൻസ് ഇപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ എത്ര മാർക്ക് കിട്ടി? അപ്പൊ അതിന്റെ മേളിൽ പോവേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കേട്ടാ. ഇനി പൊളിക്കാം കേട്ടാ. അടിപൊളി. താങ്ക് യു അസീർക്ക. കഴിഞ്ഞ പ്രാവശ്യം 50 അല്ലേ കിട്ടിയേ? ഇപ്രാവശ്യത്തെ മാർക്സിലോട്ട് പോയാലോ അസീർക്ക? ഒരു 7 മാർക്ക് കൊടുത്തേക്കും. 7 മാർക്കോ? ഭയങ്കര തീരുമാനമായിട്ട്. അസീർക്ക് ഒരു 7000 രൂപ തന്നിട്ടുണ്ട്. ഓക്കെ ഷാജു ചേട്ടാ? ഞാനൊരു 8 മാർക്ക് കൊടുത്തിരിക്കും. ഓക്കെ 15000 രൂപ ആയിട്ടുണ്ട്. ഞാൻ ശ്യാമ് നമ്മളെ നാട്ടുകാരനാണ്. അപ്പോ എനിക്ക് അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങോട്ടൊക്കെ അയച്ചു. അല്ല, അവന്റെ മുഖത്ത് നോക്കി പറയാൻ നടക്കണം. അതുകൊണ്ട് ഞാൻ അവന് ഗൂഗിൾ പേ ചെയ്തു. ഓക്കെ അപ്പം എമൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് എത്ര നോക്കാം? 30000 രൂപ. അടിപൊളി. തെറ്റില്ലാത്തൊരു തുക അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. 2 സ്കിറ്റിലും കൂടെ ചേർത്ത്. അടുത്ത പ്രാവശ്യം ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നെക്സ്റ്റ് ടൈം ഇതിൽ മികച്ച ഒരു കിടിലൻ സാധനമായിട്ട് വരും. ഓക്കെ അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ബൈ ചേട്ടാ. നിങ്ങൾക്ക് തോന്നിയോ അതായത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് പെട്ടെന്ന് പോകുന്നതായിട്ടൊരു ഫീലിംഗ് കിട്ടിയോ? കിട്ടിയത് പറ. ഉറക്കെ പറ, കേൾക്കുന്നില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ കറക്റ്റ് ആയല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. നിങ്ങൾ വന്നത് അറിഞ്ഞതേ ഇല്ലല്ലോ. നമ്മുടെ പ്രേക്ഷകർ അങ്ങനെയാണെന്ന് പറയുന്നത്. നമുക്ക് പോകേണ്ട സമയം നമുക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? വളരെയധികം എന്താണ് ഈ പറഞ്ഞതുപോലെ ആദ്യം ജീവ വന്നപ്പോൾ ഇച്ചിരി ചെറിയ പനിയുണ്ട്, ചെറിയൊരു ഇതുണ്ട് അല്ലേ? കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഗംഭീരമായിരുന്നു. കാര്യം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നമ്മുടെ സ്കിറ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് എനർജി മറക്കും. എനർജി ഡബിൾ ആകുകയാണ് നമുക്ക്. സത്യം. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ആ സമയത്ത് ആലോചിക്കാറില്ല. നമ്മൾ ആ ഐറ്റംസ് എടുക്കുക. മാത്രമല്ല പുതിയ ടീമുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസുകൾ, പുതിയ സ്റ്റാൻഡപ്പ് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഷോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ പോകുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവൻ, ബൈ ഫ്രം റീഗൽ ജുവലേഴ്സ് പ്രസൻസ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ, കോ പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ ആൻഡ് ഈസ്റ്റേൺ. ഗുഡ് നൈറ്റ്.